എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 18-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന ജൂനിയർ അസിസ്റ്റന്റ് LD ക്ലർക്ക് സീനിയർ സൂപ്രണ്ട് പരീക്ഷയുടെ ചോദ്യ പേപ്പറിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന മാത്സ് ആൻഡ് റീസണിംഗ് ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. ഡിഗ്രി ലെവൽ പരീക്ഷയായിരുന്നു. ചോദ്യങ്ങളും അത്യാവശ്യം നിലവാരം പുലർത്തുന്നത് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട. ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ 34. സിമ്പിൾ ആയ ഒരു ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ, 37ന്റെ വർഗം മൈനസ് 3ന്റെ വർഗം ബൈ 34 എത്ര? ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നമുക്ക് രണ്ട് സ്ക്വയറുകൾ അടുത്തടുത്ത് വന്നു ഒരു മൈനസും ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണത് കേട്ടോ. A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂസിനെ എടുക്കാം. അല്ലാതെ നേരെ നിങ്ങൾ ഇത് പോയിട്ട് സ്ക്വയർ ഒന്നും ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും നിൽക്കരുത്. വെട്ടാനൊക്കെ പിന്നെ ഒരുപാട് സമയം പോകും കേട്ടോ. അപ്പൊ ഇതുപോലെ രണ്ട് വർഗങ്ങൾ അടുത്തടുത്ത് വന്നിട്ടുണ്ട്, അവരുടെ ഇടയിൽ ഒരു മൈനസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന ഐഡന്റിറ്റി ഉപയോഗിക്കാം. അപ്പൊ എന്താ കിട്ടുക? A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് കിട്ടും. മനസ്സിലായോ? ഇതിനെ ഞാൻ A എന്ന് വിളിച്ചു, ഇതിനെ B എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? 37 പ്ലസ് 3 ഇൻറ്റു 37 മൈനസ് 3 ഡിവൈഡഡ് ബൈ 34 എന്ന് എഴുതാം. ശരിയല്ലേ? 37 3 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 40 ആണല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 40 എന്ന് എഴുതാം. 37 നിന്ന് 3 കുറച്ചാൽ എന്ത് കിട്ടും? 34 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 40 എന്ന് കിട്ടി, ഇവിടെ 34 എന്ന് കിട്ടി, ഇവിടെ എന്തുണ്ട്? 34 ഉണ്ട്. ഈ 34ഉം ഈ 34ഉം നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. പിന്നെ എന്തേ ബാക്കിയുള്ളൂ? 40 മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 40 എന്ന് വന്നു. കണ്ടോ? ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ ഡി 40. ചോദ്യം എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ഇതിനെ എന്ത് ചെയ്യാം? സാധാരണ ഭിന്നസംഖ്യയാക്കി മാറ്റാം അല്ലെ? 4 ഗുണം 11 44. 44 4 എത്രയാ? 48. 48/11 എന്ന് കിട്ടി. ഇനി ഹരണം നമുക്ക് പ്രയാസമാണ് അല്ലെ? രണ്ട് ഭിന്നസംഖ്യകളെ ഹരിക്കുന്നതിലും എളുപ്പം എന്താണ്? ഗുണിക്കുന്നതാണ്. അപ്പൊ ദേ ഗുണനമാക്കാം. ഹരണത്തിനെ ഗുണനമാക്കിയാൽ ഹരണത്തിന് ശേഷം വരുന്ന ഭിന്നസംഖ്യയെ നേരെ തിരിച്ചെഴുതണം, വ്യുൽക്രമം എടുത്തെഴുതണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 11/16 എന്ന് എഴുതാം. ശരിയല്ലേ? 16/11 എന്നുള്ളത് 11/16 എന്ന് എഴുതി. മൈനസ് ബ്രാക്കറ്റിനകത്തുള്ളവരെയൊക്കെ ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. നോക്കിക്കേ, ഈ ബ്രാക്കറ്റ് ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ -1 എന്ന് കിട്ടി. മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ശരിയല്ലേ? ബ്രാക്കറ്റിന് പുറത്തൊരു മൈനസ് ഉണ്ട്. ആ മൈനസ് വെച്ച് നമ്മൾ രണ്ട് സംഖ്യകളെയും ഗുണിച്ചു. അപ്പൊ -1 × 1 -1, മൈനസ് ഇൻറ്റു -2, രണ്ട് നെഗറ്റീവ് സൈനുകൾ ഒരുമിച്ച് വന്നാൽ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. നമുക്കിവിടെ +2 എന്ന് കിട്ടി. ഇനി നമുക്കിത് കൂട്ടാലോ. ഇത് +2 ആണ്, ഇതും +2 ആണ്. അപ്പൊ രണ്ടും എത്ര കിട്ടി? 4 എന്ന് കിട്ടി. -3ഉം -1ഉം ഇവിടെ ഉണ്ട്. -3ഉം -1ഉം കൂടെ കൂട്ടിയാൽ എന്ത് വരും? -4 എന്ന് വരും. നോക്കിക്കേ, 4ഉം 4ഉം എന്തായി പോയി? 0 പോയില്ലേ? അപ്പൊ നമുക്ക് ഈ അകത്തെ ബ്രാക്കറ്റിൽ എന്താ കിട്ടുന്നേ? 0 എന്നാണ് കിട്ടുന്നത്. പ്ലസ് x എന്ന് പറയുന്നത് 0 ഇനി നമുക്കിവിടെ വെട്ടാലോ. 11 എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. 16 48. 16 ഗുണം 1 16, 16 ഗുണം 3 48. സോ 3 + x എന്ന് പറയുന്നത് 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്താണ്? എക്സിന്റെ വില കാണാൻ പറഞ്ഞാൽ എക്സിനെ അവിടെ തന്നെ നിർത്തുക. ഈ 3നെ എന്ത് ചെയ്യാം? തൊട്ടപ്പുറത്തോട്ട് വിടാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? -3 എന്നാണ് കിട്ടുന്നത്. എക്സിന്റെ വില എത്രയാണ്? -3. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ -3 എന്നൊരു വാല്യൂ തന്നിട്ടേ ഇല്ല, പകരം 3 തന്നിട്ടുണ്ട്. നമ്മുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് 3 ആണ് ഉത്തരമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫൈൻ. ശരിക്കും നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ്? -3 എന്നാണ് കിട്ടുന്നത്. ഓൾറൈറ്റ്. അപ്പൊ ആൻസർ -3 ആണ്. ഓപ്ഷനിൽ ഇല്ല. സത്യം പറഞ്ഞാൽ ചോദ്യം റദ്ദാക്കേണ്ടതാണ്. പക്ഷെ PSC +3നെയാണ് ഉത്തരമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഫൈനൽ ആൻസർ കീ വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പിച്ച് ഒരു ഉത്തരം പറയാനാവുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. x എന്നത് y-യുടെ 125% അങ്ങനെയാണെങ്കിൽ x + y 90 ആണെങ്കിൽ 2x - y-യുടെ വില കാണുക. നോക്കിക്കേ, x എന്നത് y-യുടെ 125%. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാലോ. x എന്നത് y-യുടെ 125%. ഈ യുടെ ഇന്റെ എന്നൊക്കെ വന്നാൽ നമുക്ക് ഗുണിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലെ?
അപ്പൊ x എന്നത് y-യുടെ 125%. അപ്പൊ ഞാൻ 100 കൊണ്ട് ഹരിച്ചു. ഇനി നോക്കിക്കേ, ഇതിനെ ഒന്ന് വെട്ടാലോ. 25 ഗുണം 5 125, 25 ഗുണം 4 100. 25 വെച്ച് ഞാൻ വെട്ടി. നിങ്ങൾക്ക് ചെറിയ ചെറിയ നമ്പർ വെച്ച് വെട്ടി വേണേലും വരാം, ഒരു പ്രശ്നവും ഇല്ല. ഈ ഉത്തരം തന്നെ കിട്ടും. പ്ലസ് y എന്നാൽ 90 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എക്സിന്റെ വില ഇവിടെ എന്താണ്? 5/4 ആണ്. 5/4y പ്ലസ് y എന്ന് പറയുന്നത് എന്താണ്? 90 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് y-യുടെ വാല്യൂ കണ്ടുപിടിക്കാം. LCM 4 എടുക്കല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 5y പ്ലസ് 4 × y എത്രയായി? 4y എന്നായി. ഡിവൈഡഡ് ബൈ 4 എന്നാണ് കിട്ടുന്നത്. ആ 4നെ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടപ്പുറത്തോട്ട് വിടാം. അപ്പൊ 90 ഗുണം 4. ഈ 4 എവിടെ നിന്നാ വന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. നമുക്ക് ഇവിടെ ഒരു /4 ഉണ്ട്. ആ /4നെ ഞാൻ എന്ത് ചെയ്തു? നേരെ അപ്പുറത്തെ സ്റ്റെപ്പിലേക്ക് വിട്ടു. ഇനി 5 4 എത്രയാണ്? 5 4 9. 9y എന്ന് പറയുന്നത് 90 × 4 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ y-യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. 9 ഗുണം 1 9, 9 ഗുണം 10 90. സോ y-യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 40 എന്ന് കിട്ടി. നോക്കിക്കേ, x എന്ന് പറയുന്നത് 5/4y ആണെങ്കിൽ y-യുടെ വാല്യൂ 40 ആണെങ്കിൽ x-ന്റെ വില കണ്ടുപിടിച്ചൂടെ? y-യുടെ സ്ഥാനത്ത് 40 എന്ന് ഇട്ട് കൊടുക്കുക. വെട്ടിയാൽ മതി. 1 10, 5 ഗുണം 10 എത്രയാ? 50. കണ്ടോ? അപ്പൊ x-ന്റെ വില നമുക്ക് 50 എന്ന് കിട്ടി, y-യുടെ വില നമുക്ക് 40 എന്ന് കിട്ടി. x 50ഉം y 40ഉം ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? x മൈനസ് y-യുടെ വില കാണാനാണ്. അപ്പൊ 2x മൈനസ് y എന്ന് പറഞ്ഞാൽ 2 ഗുണം x-ന്റെ വാല്യൂ 50, 2 ഗുണം 50 100 മൈനസ് y-യുടെ വില എത്രയാ? 40. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടി? 60 എന്ന് ഉത്തരം കിട്ടി. നേരെ മറിച്ച് നമുക്ക് x-ന്റെയും y-യുടെയും വില കാണാനാണ് ചോദ്യം ചോദിച്ചിരുന്നതെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ നേരെ അങ്ങ് ഇട്ട് കൊടുത്ത ആൻസർ കാണാമായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നമ്മളോട് ഡയറക്റ്റ് അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. 2x മൈനസ് y കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ x-ഉം y-യും കണ്ടുപിടിക്കാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ആൻസർ എത്ര കിട്ടി? 60 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കിക്കേ. 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്നു. വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തിന്റെ റേഷ്യോ ആണ് കാണണ്ടേ? മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും, നമ്മുടെ പരസ്യ വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് കാണണ്ടേ കേട്ടോ. പരസ്യ വിലയും അതുപോലെ തന്നെ വാങ്ങിയ വിലയും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മലയാളത്തിൽ ചോദ്യം വായിക്കുമ്പം ഏതെങ്കിലും ടേംസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൂടെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പരസ്യ വില മാർക്ക്ഡ് പ്രൈസും വാങ്ങിയ വില കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള അനുപാതമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫൈൻ. അപ്പൊ ചെയ്യാലോ. നോക്കിക്കേ, ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു. 100 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു. വിറ്റ വിലയാണ് എത്ര? 100 രൂപ. അപ്പൊ നോക്കിക്കേ, 100 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കണമെങ്കിൽ നമ്മൾ സാധാരണ പരസ്യവില ഇടുന്ന എങ്ങനെയാ? കൂട്ടിയിടും അല്ലെ. 500 രൂപയ്ക്ക് ഒരു സാധനം ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. 20% കിഴിവിന് ശേഷം നിങ്ങളൊരു 350 രൂപ തന്നാൽ മതി. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പരസ്യമൊക്കെ കാണാറുള്ളത്. അപ്പൊ എപ്പോഴും പരസ്യ വില വിറ്റ വിലയേക്കാളും കൂടുതലായിരിക്കണം. മനസ്സിലായോ? എത്ര കൂടുതലായിരിക്കണം? നമുക്ക് തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് ശതമാനം അതിനോടൊപ്പം കൂട്ടിയാൽ മതി. ഓൾറൈറ്റ്. 25% കിഴിവ് അനുവദിച്ചത്. അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്കാണോ വിറ്റത് അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 25 കൂട്ടണം. 100ന്റെ 25% 25. അതുകൊണ്ടാണ് നമ്മൾ 100നെ വെച്ചാ കമ്പയർ ചെയ്യുന്നത്. അപ്പം ആ നമ്പർ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഓൾറൈറ്റ്. അപ്പൊ 100 രൂപയ്ക്ക് ഞാൻ ഒരു സാധനം വിറ്റു. എങ്ങനെ? അപ്പൊ അതിന്റെ പരസ്യവില എങ്ങനെ കണ്ടുപിടിക്കാം? ആ വിറ്റ വിലയോടൊപ്പം നമ്മൾ അനുവദിച്ച കിഴിവ് കൂടെ അങ്ങ് കൂട്ടുക. ഓൾറൈറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ 1000 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ ശരിക്കും വിൽക്കുന്നത് അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കായിരിക്കും. ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുമല്ലോ നമ്മള്. അപ്പൊ ആ ഡിസ്കൗണ്ട് ശതമാനവും വിറ്റ വിലയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ വെച്ചിരുന്ന പരസ്യ വില കിട്ടി. ഇനി വാങ്ങിയ വില എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ വിറ്റ വില നമുക്കറിയാം. 100 രൂപയ്ക്ക് ഞാൻ വിറ്റു. വിറ്റ വിലയിൽ നിന്നും ലാഭം കുറച്ചാൽ എന്ത് കിട്ടും? വാങ്ങിയ വില കിട്ടും. ശരിയല്ലേ? ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു. ഞാൻ 500 രൂപയ്ക്ക് ആ സാധനം വിറ്റു. അപ്പം 500 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഇനി വാങ്ങിയ വില കാണാൻ ഞാൻ എന്ത് ചെയ്യണം? 500ൽ നിന്നും എൻ്റെ ലാഭം കുറയ്ക്കണം.
ലാഭം അവിടെ എത്രയാ? 400 രൂപയല്ലേ എനിക്ക് ലാഭം കിട്ടിയത്. 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഞാൻ 500 രൂപയ്ക്ക് വിറ്റു. അപ്പം 500-ൽ നിന്നും 400 കുറയ്ക്കണം. അപ്പോഴേ എന്ത് കിട്ടുള്ളൂ? വാങ്ങിയ വില കിട്ടുള്ളൂ. അപ്പൊ 400 എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ലാഭമാണ്. ഇവിടുത്തെ ലാഭം എത്രയാ? 25% ഇവിടെ ലാഭം അല്ലേ? അപ്പൊ 100 വിറ്റ വിലയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 25% കുറയ്ക്കണം. 100ന്റെ 25% 25. നമ്മൾ ആ നമ്പർ അങ്ങ് എഴുതിയാൽ മതി. ഇനി ചെയ്യാലോ. 100ഉം 25ഉം 125. 100ൽ നിന്നും 25 കുറച്ചാൽ എത്ര വരിക? 75 എന്ന് വന്നു. നമുക്ക് വെട്ടി കുറച്ചുകൂടെ. 25 ഗുണം 5 125. 25 ഗുണം 3 75. ഇവിടെ ഉത്തരം എത്ര കിട്ടി? 5:3 എന്ന് കിട്ടി. കണ്ടോ? സിമ്പിളായി ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇച്ചിരി ഒന്ന് ആലോചിക്കണം. 100 എടുക്കുക. 100നോടൊപ്പം കിഴിവ് ശതമാനം എപ്പോഴും കൂട്ടണം. എങ്കിലേ നമുക്ക് പരസ്യ വില കിട്ടുകയുള്ളൂ. വാങ്ങിയ വിലയാണ് കാണേണ്ടതെങ്കിൽ വിറ്റ വിലയിൽ നിന്നും നമ്മുടെ ലാഭം കുറച്ചാൽ മതി. നമുക്ക് വാങ്ങിയ വില കണ്ടുപിടിക്കാം. ഓൾറൈറ്റ്, ആൻസർ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ് കേട്ടോ. 5:3. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാം. അപ്പൊ നോക്കിക്കേ, 2 ദിവസം കൊണ്ട് എത്ര പേര്? 5 പേര് എത്ര മരങ്ങൾ മുറിക്കും? 20 മരങ്ങൾ മുറിക്കും. എപ്പോഴും വർക്കിനെ നമ്മൾ ഹരിക്കുവാണ് ചെയ്യുക കേട്ടോ. അപ്പൊ 2 ദിവസം കൊണ്ട് 5 ആളുകൾ 20 മരങ്ങൾ മുറിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ 20 പേർ 3 ദിവസം ജോലി ചെയ്താൽ ഈ സമയത്ത് എത്ര മരങ്ങൾ മുറിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20 പേര് 3 ദിവസം കൊണ്ട് ജോലി ചെയ്താൽ എത്ര മരങ്ങൾ മുറിക്കാം? വർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. വർക്കിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. എക്സിന്റെ വില കാണാമല്ലേ? എക്സിനെ ഇങ്ങോട്ട് വിട്ടോ, ബാക്കി എല്ലാവരെയും അപ്പുറത്തോട്ട് വിട്ടോ. 20 ഗുണം 3 ഗുണം ഈ 20 മുകളിലോട്ട് പോവും. 20 ഡിവൈഡഡ് ബൈ ഇവരെ രണ്ടുപേരെയും താഴോട്ട് വിട്ടോ. 2 ഗുണം 5 വെട്ടാലോ. 2 20 കൂടെ വെട്ടാം. 2 ഗുണം 1 2, 2 ഗുണം 10 20. 5 20 കൂടെ വെട്ടാം. 5 ഗുണം 1 5, 5 ഗുണം 4 20. ഇനി എല്ലാം കൂടെ ഗുണിച്ചോ. 3 ഗുണം 4 12, 12ഉം 10ഉം 120. കണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 120. അപ്പൊ എത്ര മരങ്ങൾ മുറിക്കാം? 120 മരങ്ങൾ മുറിക്കാം. അടുത്ത ചോദ്യം. ഇപ്പൊ നോക്കിക്കേ, ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകളിൽ 2 എന്ന അക്കം എത്ര തവണ കാണാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകളിൽ അതിന്റെ ഇംഗ്ലീഷിലുള്ള ചോദ്യം ഒന്ന് നോക്കിക്കേ. ഹൗ മെനി ടൈംസ് ദ ഡിജിറ്റ് 2 അപ്പിയേഴ്സ് ഇൻ ദ ഫസ്റ്റ് 52 ഹോൾ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 52 പൂർണ്ണസംഖ്യ ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഏതൊക്കെ സംഖ്യകളാ? 0 മുതൽ തുടങ്ങുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. 0 നമ്മൾ എണ്ണണം. അപ്പൊ ആദ്യത്തെ 52 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 51 വരെ. മനസ്സിലായോ? 0 മുതലാണ് എണ്ണുന്നത്. അതുകൊണ്ട് നമ്മൾ 0 തൊട്ട് 51 വരെ എണ്ണിയാൽ മതി. 52 എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇതും കൂടെ ചേർക്കുമ്പോൾ 52 എണ്ണം കിട്ടണം. സോ 0 തൊട്ട് 51 വരെ എണ്ണാവുന്നതല്ലേ ഉള്ളൂ. 2 വരും, 12 വരും, പിന്നെ ഏതാണ് 20ന്റെ സീരീസ് അങ്ങ് വിട്ടേര്. ബാക്കിയുള്ള നോക്കാലോ. 32 വരും, 42 വരും. ഇത്ര എണ്ണല്ലേ വരുള്ളൂ. 2, 12, 32, 42. ഇനി 20ന്റെ സീരീസ് നോക്കണ്ടേ. 20, 21, 22, 23, 24, 25, 26, 27, 28, 29. കണ്ടോ? ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താണ്? ഇവിടെ 2 എത്ര തവണ വരുന്നുണ്ട്? 2 തവണ വരുന്നുണ്ട്. എല്ലാം കൂടെ എണ്ണിയാൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. കണ്ടോ? എത്ര തവണ വരും? 15 തവണ വരും. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കണം. നമ്മൾ തെറ്റിക്കാൻ പോകുന്ന ഭാഗം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 22-നകത്തുള്ള 2 പേരെ എണ്ണാൻ അങ്ങ് മറന്നു. ഒരാളാക്കി അങ്ങ് എണ്ണും കേട്ടോ. അവിടെ മാത്രമേ നിങ്ങൾ മിസ്റ്റേക്ക് ഇതിനകത്ത് ചെയ്യത്തുള്ളൂ. അപ്പൊ ഉത്തരം എത്രയാണ്? 15. ഓപ്ഷൻ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി 15. അടുത്ത ചോദ്യം. നോക്കിക്കേ, കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ളത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എഡ്യൂക്കേഷൻ എന്നത് JHPFBNRDB എന്നാണ് എഴുതുന്നതെങ്കിൽ ആ കോഡ് ഭാഷയിൽ
മെഡിസിൻ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ ഡീകോഡ് ചെയ്താലും ഈ ഒരു ഉത്തരം കിട്ടുന്നില്ല. അവർ ഏത് ലോജിക്കിന്റെ ബേസിസിലാണ് ആൻസർ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എനിക്ക് എന്താണെങ്കിലും അതിന് ഉത്തരം കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനാകും. അപ്പൊ നമുക്ക് 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് അടുത്തടുത്ത് വരുന്ന 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എന്ന് പറയുന്നത് എപ്പോഴും ഏതോ ഒരു സംഖ്യ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. അത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അടുത്തടുത്തുള്ള ചെറിയ ചെറിയ 3 സംഖ്യകൾ എടുത്തൊന്ന് ചെയ്ത് നോക്കുക. 3 ഗുണം 2 6, 6 ഗുണം 1 6. വേറൊരു നമ്പർ എടുത്തു 5 6 7, 7 ഗുണം 6 42, 42 ഗുണം 5, 42ന്റെ പകുതി എത്രയാ 21, 210 എന്ന് കിട്ടി. ഈ 2 സംഖ്യകളെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏത് നമ്പർ വെച്ചാണ് ഹരിക്കാൻ പറ്റുന്നതെന്ന് നോക്കുക കേട്ടോ. ഓപ്ഷനിൽ തന്നിരിക്കുന്ന 4 വെച്ച് 6നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല, നോക്കേണ്ട ആവശ്യമേ ഇല്ല. രണ്ടാമത്തെ ഓപ്ഷൻ 6 വെച്ച് നമുക്ക് 6നെ ഹരിക്കാം. 210നെ ഹരിക്കാൻ പറ്റുമോ? പറ്റും കേട്ടോ. 210നെ നമുക്ക് 6 വെച്ച് ഹരിക്കാം. സോ 2 പേരെയും കോമൺ ആയിട്ട് 6 വെച്ച് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ ആൻസർ എത്രയാണ്? 6 ആണ്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തടുത്ത 3 ഇൻറ്റീജർ എടുത്തൊന്നും ഗുണിച്ച് നോക്കുക, ആൻസർ കിട്ടും. നോക്കിക്കോ, 4 5 6, ഇവരെ 3 പേര് എടുത്തോ. 6 ഗുണം 5 30, 30 ഗുണം 4 120. 120നെ നമുക്ക് എന്ത് ചെയ്യാം? 6ഉമായിട്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, അപ്പൊ അടുത്തടുത്ത 3 ഇൻറ്റീജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗുണനഫലം എപ്പോഴും 6ഉമായിട്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കും. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 25 അടി നടന്നു. അയാൾ വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 50 അടി നടന്നു. ആ മനുഷ്യൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര ദൂരത്താണ്, ഏത് ദിശയിലാണ്? വരയ്ക്കാലോ. ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു. അപ്പൊ ഇവിടെ നിന്നാണ് അയാൾ തുടങ്ങുന്ന പോയിന്റിൽ എപ്പോഴും ഒരു വട്ടം ഇട്ട് വെക്കണം കേട്ടോ. 25 അടി വടക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്തിലേക്ക് നടന്നു 25 അടി. അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു. മുകളിലേക്ക് പോകുന്ന ഒരാളുടെ വലത് അങ്ങോട്ടായിരിക്കും അല്ലെ. അപ്പൊ വലത്തേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും എത്ര ദൂരം നടന്നു? 25 അടി നടന്നു. അയാൾ വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 50 അടി നടന്നു. അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് താഴോട്ട് വലതും മുകളിലേക്ക് ഇടതും ആയിരിക്കും. അപ്പൊ വലത്തേക്ക് തിരിഞ്ഞ് 50 അടി നടന്നു. ഇത്ര ദൂരം വന്നപ്പോ തന്നെ എത്രയായി? 25 ആയി കേട്ടോ. അപ്പൊ വീണ്ടും ഒരു 25 അടിയും കൂടെ അയാള് നടന്നിട്ടുണ്ട്. എങ്കിലേ എന്താവുള്ളൂ? 50 ആവത്തുള്ളൂ. ഫൈൻ. ഇനി ആ മനുഷ്യൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര ദൂരത്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആകെ മൊത്തം 50 മീറ്റർ നടന്നു. ഇത്രയും ദൂരം 25 ആയതുകൊണ്ട് ഞാൻ അതിന് 25 എന്നും ബാക്കിയുള്ളതിന് 25 എന്നും അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അയാൾ ഇപ്പോൾ എത്ര ദൂരത്താണ്, ഏത് ദിശയിലാണ്? അയാളുടെ നേരെ താഴെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? അയാളുടെ തെക്ക് ഭാഗത്താണ് നമുക്ക് പറയായിരുന്നു. പക്ഷെ ഇത് തെക്കാണോ? അല്ല. അയാൾ എവിടെയാ നിൽക്കുന്നത്? തെക്കിന്റെയും കിഴക്കിന്റെയും ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ തെക്ക് കിഴക്ക് ദിശയിലാണ് അയാൾ നിൽക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞിട്ട് ആകെ ഒരേ ഒരു ഓപ്ഷൻ അല്ലേ അവിടെ ഉള്ളൂ? ഓപ്ഷൻ D മാത്രമേ ഉള്ളൂ. തെക്ക് കിഴക്കായി 15 റൂട്ട് അടി ദൂരത്ത് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ അത് തന്നെ ആയിരിക്കും. ദൂരം ഒന്നും കണ്ടുപിടിച്ച് സമയം കളയേണ്ട ആവശ്യം പോലും ഇല്ല. ഇനി നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണേ ദൂരം കൂടെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ലൈനും കൂടെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കുക. ഇത്ര ദൂരം നമുക്കറിയാം 25 ആണ്. ഈ ദൂരം നമുക്കറിയാം മുകളിൽ തന്നിരിക്കുന്നത് 25 ആണ്. അപ്പൊ ഇതും എന്തായിരിക്കത്തുള്ളൂ? 25 ആയിരിക്കും. ഇനി ഈ ദൂരം നമ്മൾ ഹൈപ്പോടെന്യൂസ്, കർണം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാ അല്ലെ. കർണം കാണാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് തന്നിരിക്കുന്ന മറ്റു 2 വശങ്ങളുടെ വർഗം എടുക്കുക, കൂട്ടുക. 25ന്റെ വർഗം കാണുക പ്ലസ് 25ന്റെ വർഗം കാണുക. രണ്ടിനും കൂടെ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരത്തിന്റെ വർഗമൂലം എടുക്കുക. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 25ന്റെ വർഗം 625 പ്ലസ് 25ന്റെ വർഗം 625 എത്ര കിട്ടും? 600ന്റെ ഇരട്ടി 1200, 25ന്റെ ഇരട്ടി 50, 1250 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 1250ന്റെ വർഗമൂലം കാണാലോ. 1250നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ
25 ഗുണം 5 125 ഒരു 0 കിട്ടി. വീണ്ടും 5 വെച്ച് ചെയ്യാലോ. അപ്പൊ എത്ര ഗുണം 5 25 0 എന്ന് കിട്ടി. വീണ്ടും 5 വെച്ച് ഹരിച്ചാൽ 10 എന്ന് കിട്ടി. വീണ്ടും 5 വെച്ച് ഹരിച്ചാൽ 2 എന്ന് കിട്ടി. 1250 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 5 ഗുണം 5 ഗുണം 5 ഗുണം 5 ഗുണം 2 എന്ന് കിട്ടി. അപ്പൊ ഈ സ്ക്വയർ റൂട്ടിന്റെ അകത്തേക്ക് നമുക്ക് അതൊന്ന് എഴുതി കൊടുക്കാമല്ലോ. 5 എത്ര തവണ വന്നു? 4 തവണ വന്നു. ഇൻറ്റു 2 എത്ര തവണ വന്നു? 1 തവണ വന്നു. ഇനി നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് എങ്ങനെയാ? തന്നിരിക്കുന്ന പവറിന്റെ നേർ പകുതി എടുത്ത് എഴുതുക. ഇരട്ട സംഖ്യ ആണെങ്കിൽ അതിന്റെ നേർ പകുതി എടുത്ത് നമുക്ക് പുറത്തേക്ക് എഴുതാം. 5⁴ 4ന്റെ പകുതി എത്രയാ? 2 അല്ലേ? അപ്പൊ 5 സ്ക്വയർ എന്ന് പുറത്തേക്ക് എഴുതാം. ഇവിടെ തന്നിരിക്കുന്ന 2ന്റെ പവർ ഓടാണ് അല്ലെ, ഒറ്റ സംഖ്യയല്ലേ. 2⁻1 എന്നേ ഉള്ളൂ. നമുക്ക് ഇരട്ട സംഖ്യകൾ വന്നാൽ മാത്രമേ പുറത്തേക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്പർ ഒന്നും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 2നെ അകത്ത് തന്നെ ഇടുക. 2നെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇനി 5 ഗുണം 5 എത്രയാ? 25. സോ 25√2 ആണ് നമ്മളുടെ ആൻസർ വരിക കേട്ടോ. അപ്പൊ ഈ ദൂരം എത്രയാണ്? 25√2. ഏത് ദിശയിലാണ് നിൽക്കുന്നത്? നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് കേട്ടോ. അപ്പൊ ഇതിന്റെ നേരെ താഴെയായിരുന്നെങ്കിൽ നമുക്ക് സൗത്ത് എന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനെയാണോ? അല്ല, കുറച്ച് അങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. ഇനി നേരെ ഇപ്പുറത്തായിരുന്നെങ്കിൽ ഏത് ദിശയായിരുന്നു? കിഴക്ക് ഭാഗമായിരുന്നു അല്ലെ, ഈസ്റ്റ് ആയിരുന്നു. പക്ഷെ ഈസ്റ്റിന്റെയും നമ്മുടെ സൗത്തിന്റെയും കൂടെ നടുക്കായിട്ടാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഫൈൻ. അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നിൽക്കുന്നു. 25√2 ആണ് ദൂരം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് PSC അംഗീകരിച്ചിരിക്കുന്ന ഉത്തരം. ഓപ്ഷൻ ഡിയിലെ നമ്മുടെ ഡയറക്ഷൻ ശരിയാണ്, തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരം അവിടെ തെറ്റാണ്. 15√2 എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാം. 25√2 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. ഓൾറൈറ്റ്, അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലായിട്ടുള്ള കോൺ എത്ര എന്നാ ചോദിച്ചിരിക്കുന്നേ. അപ്പൊ നമ്മുടെ സമയം വരയ്ക്കാലോ. 3:20 ആണ്. അപ്പൊ ദേ 3:20 എന്ന് പറയുമ്പോൾ 4-ലായിരിക്കും. അപ്പൊ ചെറിയ സൂചി 3-ലും വലിയ സൂചി 4-ലുമായിട്ട് നിൽക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇവർക്കിടയിലുള്ള ഡിഗ്രി കണ്ടുപിടിക്കുക. ഓരോ 5 മിനിറ്റിനും ഇടയിൽ എത്ര ഡിഗ്രി ഉണ്ട്? 30 ഡിഗ്രി ഉണ്ട്. ഓൾറൈറ്റ്, ആദ്യം വന്നിരിക്കുന്നത് ചെറിയ സൂചി ആവണം. നമ്മൾ എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് വേണം എണ്ണാൻ. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സൂചി പോകുന്ന രീതിയില്ലേ നമ്മുടെ വാച്ചയിൽ, അതാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെയല്ലേ നമ്മുടെ സൂചി പോകുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ആയിട്ട് എണ്ണുമ്പോൾ ആദ്യം വന്നിരിക്കുന്നത് മണിക്കൂർ സൂചി ആയിരിക്കണം. ആദ്യം മണിക്കൂർ സൂചിയാണ് വന്നതെങ്കിൽ മൈനസ് ഇടണം. ആദ്യം മിനിറ്റ് സൂചിയാണ് വരുന്നതെങ്കിൽ പ്ലസ് ഇടണം. അപ്പം ആദ്യം ഇവിടെ മണിക്കൂർ സൂചിയല്ലേ കിടക്കുന്നേ, അതുകൊണ്ട് ഞാനിവിടെ മൈനസ് എന്നിട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 3:20 സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മിനിറ്റ് ഭാഗത്തിന്റെ നേർ പകുതി എടുക്കുക. 20ന്റെ നേർ പകുതി എത്രയാ? 10. കണ്ടോ? 30-ൽ നിന്നും 10 കുറച്ചാൽ മതി. 30-ൽ നിന്ന് 10 കുറച്ചു എത്ര കിട്ടും നമുക്ക്? 20 ഡിഗ്രി എന്നാണ് ഉത്തരം കിട്ടുന്നത്. കണ്ടോ? അപ്പൊ ആൻസർ നോക്കാം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 20 ഡിഗ്രി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാം അത്യാവശ്യം തലയോടിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ആ കോഡിംഗ് ഡീകോഡിങ്ങിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ 2-3 ക്വസ്റ്റ്യനുകളിൽ ചെറിയതായിട്ട് PSC ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഉത്തരം തന്നെ തെറ്റായിരുന്നു. പക്ഷെ എങ്ങനെയാണ് അത് പ്രൊവിഷണൽ ആൻസർ കീയിൽ ശരിയാണെന്നുള്ള രീതിയിൽ ഇടം നേടിയതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഫൈനൽ ആൻസർ കീ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എത്ര പേര് ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.